ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വാക്യം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ വാക്കിനെ അല്ലാതെങ്കിൽ നമ്മുടെ സംസാരത്തെ നാം എങ്ങനെ നിയന്ത്രിക്കണം, അത് ഏതു വിധമുള്ളതായിരിക്കണമെന്ന് നമ്മെ ഉപദേശിക്കുന്ന ഒരു വാക്യമാണിത്. അത് മറ്റൊരിടത്ത് എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. എഫേസ്യർ 4:29 പറയുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അതായത് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും അനാവശ്യമായ വാക്കുകളോ മുറിപ്പെടുത്തുന്ന വാക്കുകളോ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളോ വരരുത്. പിന്നെ എങ്ങനെയുള്ളതായിരിക്കണം? ആത്മീക വർധനയ്ക്കുതകുന്നതായിരിക്കണം. അല്ലാതെ ഒന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അതായത് നാം സംസാരിക്കുമ്പോൾ നാം ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? നാം ക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നു എന്ന് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു കോപിച്ചിട്ടില്ലേ? കോപിച്ചിട്ടുണ്ട്. ന്യായത്തിന് വിരോധമായി ചെയ്യുന്നവരോടും മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്നവരോടും ഒക്കെ കർത്താവ് പല വിധത്തിൽ കോപത്തോടെയും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതും ആത്മീയ വർധനയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് അങ്ങനെ സംസാരിച്ചത്. കാരണം നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ന്യായവിരുദ്ധമായ ഒരു കാര്യം ഒരാൾ ചെയ്യുകയാണെങ്കിൽ നാം അത് കണ്ണടച്ച് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ മറുപടി പറയാതിരിക്കാനോ അല്ല. എന്താണ്, ആ വ്യക്തി നമുക്ക് ആ വ്യക്തിയോട് സംസാരിക്കാൻ അധികാരമുണ്ടെങ്കിൽ, അതിനുള്ള അവകാശമുണ്ടെങ്കിൽ, നമ്മളത് പറയാൻ യോഗ്യരാണെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് അവരെ പ്രബോധിപ്പിക്കത്തക്കവണ്ണം, അവരെ കറക്റ്റ് ചെയ്യത്തക്കവണ്ണം നാം സംസാരിക്കണം അവരോട്. അതായത് എന്നാലും ആ സംസാരത്തിൽ നമ്മൾ അവരെ മുറിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അവരെ ആ തെറ്റിൽ നിന്നും കരകയറ്റാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് വന്നുപോയ പിഴകൾ എങ്ങനെ അവർക്ക് ഒഴിവാക്കാമെന്നുള്ള, ഭാവിയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് ശരിയായ വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് ഇവിടെ ഈ വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു, 9:50. അതിൻ്റെ പറയുന്നത്, എന്തൊന്നിനാൽ അതിന് രസം വരുത്തും, നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരുമായിരിക്കും. കാരണം നമ്മുടെ മനസ്സിൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സമാധാനം, അതായത് ക്രിസ്തുവിലാണ് നമ്മുടെ സമാധാനം, ആ സമാധാനമുള്ളവർക്ക് മാത്രമേ ആ സമാധാനത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കാനും മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനും സാധ്യമാകുകയുള്ളൂ. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. അതായത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ആരെങ്കിലും തർക്കിക്കാൻ വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? തർക്കിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ സൗമ്യതയോടെ ആരെങ്കിലും കേൾക്കാൻ
തയ്യാറായി വരികയാണെങ്കിൽ അവരോട് നമ്മൾ ശരിയായ വിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കണം. വാദപ്രതിവാദമൊന്നുമല്ല ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ഒരു വാദപ്രതിവാദത്തിനും ആളുകളെ നേടാനൊക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് സൗമ്യതയോടുകൂടെ നമ്മുടെ കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക? അതുതന്നെയുമല്ല, നമ്മൾ കൂടുതൽ സംസാരിച്ചാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കുകയില്ല. അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. അതായത് വളരെ ബുദ്ധിയോടുകൂടെ വേണം നാം സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വിധത്തിലായിരിക്കരുത്, നിരുത്സാഹപ്പെടുത്തുന്ന വിധത്തിലായിരിക്കരുത്. അവർക്ക് പ്രബോധനം ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കണം. അവരെ ആത്മീയ വർധനയ്ക്കായിട്ട് അവരെ ഉപദേശിക്കാൻ നാം തയ്യാറാകണം. എന്നാൽ അത് സ്വീകരിക്കാൻ മനസ്സില്ലാത്തവരോട് നാം സംസാരിക്കാനും പോകണ്ട. അതുതന്നെയാണ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ആരെയും സംസാരിച്ച് ജയിക്കാനൊന്നും സാധ്യമല്ല. കാരണം ഒന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ അവർ രണ്ട് ഇങ്ങോട്ട് പറയും. അപ്പോൾ അതല്ല, അത് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സമാധാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഏത് വിധത്തിൽ ഏത് സന്ദർഭങ്ങളിൽ സംസാരിക്കാമെന്നുള്ളത് നാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. കർത്താവിൻ്റെ നിയന്ത്രണത്തിൽ നാം ആയിരിക്കുക. അപ്പോൾ നമ്മുടെ സംസാരം ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കും, കൃപയോടുകൂടിയതായിരിക്കും, ആത്മീയ വർധനയ്ക്ക് ഉതകുന്നതായിരിക്കും. ഇതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.